ഇന്ന് ഗുൽമർഗിലേക്കുള്ള യാത്രയിലാണ്. ഗുൽമർഗിലേക്കുള്ള പോകുന്ന വഴിയിൽ ഫുള്ള് മഞ്ഞ് പെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല മഞ്ഞ് പെയ്ത്തുണ്ടായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ മുകളിലും റോഡിലും എല്ലാം മഞ്ഞായിരുന്നു. മഞ്ഞ് നീക്കുന്ന വണ്ടി വന്ന് റോഡെല്ലാം ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗുൽമർഗിൻ്റെ താഴ്വര വരെ നോർമൽ ടാക്സിയെ പോകാം. അത് കഴിഞ്ഞാൽ പിന്നെ ചെയിനിട്ട വണ്ടിയെ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടം വരെ അത് എത്തുകയുള്ളൂ. ഇവിടുന്ന് നമ്മൾ ചെയിനിട്ട വണ്ടി വാടകയ്ക്ക് എടുക്കണം. അതിന് അഡീഷണൽ 2500 രൂപ കൊടുക്കണം. ഈ വണ്ടി നമ്മളെ ഗുൽമർഗ് വരെ കൊണ്ടുപോകും. അവിടുത്തെ സൈറ്റ് സീനിങ്, ഗോണ്ടോള കാർ ഉണ്ടെങ്കിൽ അതിൽ കയറി അതും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിവർ ഇവിടെ തന്നെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ടാക്സിക്കാരൻ ഇവിടെ വന്നെടുത്തോളും. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ്. താഴ്വാരം കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. മഞ്ഞ് മൂടിക്കിടക്കുവാണ് ഫുള്ള്. ഇവിടുന്ന് മുകളിലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തോട്ട് ചേർന്ന പ്രതീതിയാണ്. നമ്മൾ സിനിമയിലൊക്കെ ഒരു കാണുന്ന പോലാണ്. നമ്മുടെ മുന്നിൽ എന്താണ് നടക്കുന്നത് നമുക്ക് ഒന്ന് മനസ്സിലാകണേ കുറച്ച് സമയമെടുക്കും. ഇതാണ് ഗുൽമർഗിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് നമുക്ക് പിന്നെ അങ്ങോട്ട് ചെയിനിട്ട വണ്ടിയോ കയറ്റി വിടത്തുള്ളൂ. പട്ടാളക്കാർ വന്ന് ചെക്ക് ചെയ്ത് വണ്ടിക്ക് ചെയിൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതിന് ശേഷം അവർ മുന്നോട്ട് കയറ്റി വിടത്തുള്ളൂ. കയറിപ്പോയി കഴിയുമ്പോഴത്തേക്കും പൈൻ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് പോകുന്നത്. പൈൻ മരങ്ങളിൽ മഞ്ഞ് പിടിച്ച് കിടക്കുന്ന കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. അടിപൊളിയാണ്. അത് നമ്മളിങ്ങനെ നോക്കിയിരുന്നു. നമ്മൾ ഏത് വഴിയായി പോകുന്നതെന്നാണ്. ഫുള്ള് വെള്ളയാണ്. വെള്ള കളറിനകത്ത് ഈ പച്ച മരവും അതിലിങ്ങനെ മഞ്ഞും പിടിച്ച് കിടക്കണം. അതും അതിൻ്റെ ആ ഷേപ്പും ഒക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാം. ഇവിടെ ധാരാളം വണ്ടികൾ ഇങ്ങനെ സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് മുകളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മാർക്കറ്റുണ്ട്. ഇതാണ് ആ മാർക്കറ്റ്. ഈ മാർക്കറ്റിൽ നമുക്ക് ജാക്കറ്റ്, ഷൂസ് ഇതൊക്കെ നമുക്ക് റെൻറ്റിന് കിട്ടും. നമുക്ക് സ്നോയിൽ പോകാനുള്ള എല്ലാ തരത്തിലുള്ള ആക്സസറീസും ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വില പേശിയൊക്കെ വേണം എടുക്കാൻ. അങ്ങനെ നമ്മളൊരു ചെറിയ റേറ്റിനൊക്കെ ഇതെടുത്ത് ഫുള്ള് ജാക്കറ്റും ഗ്ലൗസും എല്ലാ കവറിങ്ങുമായിട്ട് വേണം കയറാൻ. ഇല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പാടാം. കാരണം ഫുള്ള് മഞ്ഞാണ്. മഞ്ഞിനകത്തൂടെയുള്ള ഒരു ലോകമാണ് ഇനിയും കാണാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻ നല്ല രീതിയിൽ എടുത്തില്ലെങ്കിൽ പനി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഗുൽമർഗ് ഹിൽ സ്റ്റേഷനിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ഹിൽ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. മെയിനായിട്ടുള്ളത് ഗോണ്ടോള കാറാണ്. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതേ കയറാൻ പറ്റും. കൂടാതെ സ്കീയിങ്, അതുപോലെ തന്നെ സ്കേറ്റിങ്, ഇതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ ഡിഫറെൻറ്റ് റേറ്റാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ എടുക്കാൻ. വളരെ പേശി നല്ല രീതിയിൽ വിലയൊക്കെ കുറച്ച് നല്ല ആൾക്കാരെയൊക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. എന്നാലേ നമുക്കിതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മുകളിലോട്ട് കയറും തോറും മഞ്ഞിൻ്റെ കനം കൂടി വരുവാണ്. മഞ്ഞിങ്ങനെ പാളിയായിട്ട് കിടക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയാം. അതുപോലെ ഈ മഞ്ഞ് മാറ്റുന്ന വണ്ടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുവഴി നമുക്ക് പോകുന്നത്. അതുപോലെ മിലിറ്ററിയുടെ പെട്രോളിങ്ങും ഉണ്ട്. എല്ലാ ഒരു 50 മീറ്റർ 100 മീറ്റർ കൂടുമ്പോഴത്തേക്കും ഇവരുടെ പെട്രോളിങ്ങും എന്തെങ്കിലും സംശയമുണ്ട് അവരവിടെ നിർത്തി വണ്ടി ചെക്ക് ചെയ്യിക്കുന്നുമുണ്ട്. ഈ പൈൻ മരത്തേൽ ഇങ്ങനെ മഞ്ഞ് പിടിച്ച് കിടക്കുന്ന കാണാൻ എന്ത് രസമെന്നറിയാം. ഇതെല്ലാം ഫോറസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്നതാണ്. പൈൻ ഫോറസ്റ്റാണിത്. അതിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ചില ഏരിയയിൽ ഫോഗുണ്ട്. അപ്പം നമ്മുടെ അവിടെ കാഴ്ച വളരെ കുറവാണ്. അപ്പോൾ ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. കുറച്ച് ദൂരം അങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഫോഗെല്ലാം മാറും. പിന്നെ കാണുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന മഞ്ഞിൻ്റെ കാഴ്ചയാണ്. അടിപൊളി. ഇവിടെ നമുക്ക് വേണ്ട ഇതുപോലത്തെ വണ്ടി കിട്ടും. ഇത് വെച്ച് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. ഇതേലങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. ഓന്മാർ നമ്മളെ വലിച്ച് നമ്മൾ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ട കാഴ്ചകളൊക്കെ കാട്ടിത്തരും. അപ്പം പോയിൻ്റ് 1, 2, 3 അങ്ങനെ പല പോയിൻറ്റുകളുണ്ട്. ആ പോയിൻറ്റിനനുസരിച്ചാണ് ഇവർ ചാർജ് ഈടാക്കുന്നത്. അങ്ങനെ നമ്മളും ഒരു വണ്ടിയൊക്കെ പിടിച്ച് നമ്മളൊരു പയ്യനെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. അവനാണ് ഇന്ന് ഇതെല്ലാം നമ്മളെ കൊണ്ട് കാണിക്കാൻ പോകുന്നത്. കൂടാതെ നമ്മൾ സ്കീയിങ്ങിനും കൂടെ ഉള്ള ഇത് ടോക്കൺ എടുത്തിട്ടുണ്ട്. അവന്മാർ വളരെ പാടുപെട്ടാണ് എന്നെ സ്കീയിങ് പഠിപ്പിക്കുന്നത്. പുറകിൽ നിന്ന് ആദ്യമേ ഉന്തി എന്നെ വിടുകയാണ്. പിന്നെ നമ്മൾ ബാലൻസ് ചെയ്യണം. ആദ്യമേ ഇതിൻ്റെ ബാലൻസ് ഒന്ന് പഠിക്കണം. അങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ ബാലൻസിങ് ഒക്കെ ആയി അങ്ങനെ മുന്നോട്ട് പയ്യെ നീങ്ങുകയാണ്. ഇറങ്ങുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് കൂടും. അന്നേരം നമ്മുടെ ബാലൻസ് ഏറ്റവും ചെയ്യും, ഉരുണ്ടടിച്ച് വീഴും. സ്പീഡ് കൂടുതലനുസരിച്ച് വീഴ്ചയുടെ ആഘാതവും കൂടും. അതുകൊണ്ട് ഒത്തിരി ഇറക്കമുള്ളിടത്ത് പോയി പയറ്റാൻ നിൽക്കരുത്. വളരെ ശ്രദ്ധിച്ച് വേണം. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാവുള്ളൂ. കൂടുതൽ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപകടങ്ങളുമുണ്ട്. അപ്പം
ഞാനൊരു വിധത്തിൽ അങ്ങ് ഒന്ന് സ്ലൈഡ് ചെയ്യാനൊക്കെ പഠിച്ചു. അങ്ങനെ ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു ഐസേ കൂടെ ഇങ്ങനെ സ്ലൈഡൊക്കെ ചെയ്യണം. അങ്ങനെ അതൊക്കെ സാധിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സ്കീയിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അടുത്തടുത്തോട്ട് പോവാണ്. ഇവിടെ എല്ലാ ആൾക്കാരും സ്കേറ്റിങ്ങിന് വരുന്നതാണ്. നല്ല അടിപൊളിയാണ്. നമുക്ക് സ്കേറ്റൊക്കെ ചെയ്തിട്ട് പോവാം, ഫോട്ടോസൊക്കെ എടുക്കാം. അതുപോലെ ഇതാണ് നമ്മുടെ കൂടെ ഉള്ള ആള് അമീറാണ് നമ്മളെ ഇന്ന് ഹെൽപ്പിന് വേണ്ടി വന്നേക്കുന്നത്. അടിപൊളി മനുഷ്യനാണ്. നിങ്ങൾക്ക് വരുവാണ് അമീറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങോട്ട് ഫോറസ്റ്റാണ്, അവിടെ മുഴുവൻ മഞ്ഞ് പുറഞ്ഞ് കിടക്കുകയാണ്, മരങ്ങളാണ്. അങ്ങോട്ട് നമുക്ക് അത്ര അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല. ഇവിടെയാണ് ഗോണ്ടോള കാർ വരുന്നത്. കേബിൾ കാർ കാണാൻ പറ്റും. ആ കാണുന്നിടത്താണ് കേബിൾ കാർ ഉള്ളത്. നേരെ ഇങ്ങനെ പോവാം. മോള് വരെ ചില അതിന് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുക്കണം. ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ മഞ്ഞ് വന്നിട്ട് മഞ്ഞിൽ കളിക്കുകയും മഞ്ഞിക്കൂടെ നടക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ. അതും നല്ല തിക്കിലാണ് മഞ്ഞ് കിടക്കുന്നത്. ഇന്നലെ വൈകിട്ടൊക്കെ നല്ല മഞ്ഞ് പെയ്ത്തായതുകൊണ്ട് 3 അടി ഹൈറ്റിലാണ് മഞ്ഞ് കിടക്കുന്നത്. അപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലങ്ങ് താന്നു പോകും. നല്ല ആഴമുണ്ട്. അപ്പം നമുക്ക് റോഡ് പോലെ ചെറിയ സ്ഥലമുണ്ട്, അതുവഴി നമുക്ക് നടക്കാം. അല്ലാത്ത ഏരിയ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മളങ്ങ് താന്നു പോകും. ചിലപ്പം നമ്മൾ അവിടെ അങ്ങ് വീഴും. പിന്നെ കാലൊക്കെ പൊക്കിയെടുക്കണ ഇച്ചിരി പാടാണ്. അതുപോലെ തന്നെ ഇത് ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകളാണ്. ഇതിൻ്റെ ബാക്കിൽ, ഈ പൈൻ മരങ്ങളുടെ ബാക്കിൽ ഇതെല്ലാം ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ്. ഗുൽമർഗിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഓഫീസേഴ്സ് താമസിക്കുന്ന സ്ഥലമാണത്. അതും കാണാൻ നല്ല രസമാണ് അതിൻ്റെ ഡിസൈനൊക്കെ. ഗുൽമർഗിൽ കൂടെ റൈഡിലാകുന്നത് ഞങ്ങൾ രണ്ടും കൂടെ. കണ്ടോ, പുള്ളിയാണിത് ഓടിക്കുന്നത്. നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. സാധനം ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവുക. മുഴുവൻ മഞ്ഞ് പെയ്ത്തായിരുന്നു. ഇന്ന് ആ മഞ്ഞൊക്കെ മാറിയിട്ട് നല്ല വെയിലൊക്കെ വന്നു. നല്ല നീല മേഘമൊക്കെയാണ്. എന്ത് രസമാണ് നോക്കി. ഈ സൈഡാണെങ്കിൽ ഫുള്ള് ഫോറസ്റ്ററി ഏരിയയാണ്. ആ പൈൻ മരങ്ങളാണ്. പൈൻ മരങ്ങളിൽ മഞ്ഞ് വീണിട്ട് എന്ത് രസമാണെന്ന് കാണാൻ. അടിപൊളി. അതിൻ്റെ കീഴേ പോയി നിന്ന് നമുക്ക് റീലൊക്കെ എടുക്കാം. അടിപൊളിയാണ്. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വരണം. ഇതുപോലെ മഞ്ഞുള്ളപ്പോൾ ഇതൊന്ന് ഞാൻ എൻജോയ് ചെയ്യുകയാണ്. ഇവിടെ വീടൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലത്തെ മഞ്ഞ് കണ്ടോ, എന്തുമാത്രം മഞ്ഞ് അതിൻ്റെ മുകളിൽ നോക്കി. ബൈക്ക് റൈഡുണ്ട്, അതുപോലെ റോപ്പ് വേ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഏത് രീതി വേണേൽ എൻജോയ് ചെയ്യാം. റോപ്പ് വേക്ക് വരുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരണം, എന്നാലും അവിടെ അല്ലെ ഭയങ്കര ക്യൂ ആണ്. നമ്മുടെ സമയം ഒത്തിരി അവിടെ പോകും. അപ്പം നേരത്തെ ബുക്ക് ചെയ്ത് റെഡി ആയിട്ട് വരും കേട്ടോ. ഇങ്ങനെ ഇതുവഴി നടന്നു പോകാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. നമ്മൾ സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മൾ വിയർക്കും. കാരണം ഇത്രയും കോട്ടൊക്കെ ഇട്ടേക്കുമല്ലേ. ഇന്നറുണ്ട്, അതിൻ്റെ മുകളിൽ ജാക്കറ്റുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റുണ്ട്, അതിൻ്റെ മുകളിൽ മഞ്ഞിൽ കളിക്കാൻ വേണ്ടി സ്പെഷ്യൽ ജാക്കറ്റാണ്. ഇത് നമ്മൾ ഇവിടെ നമുക്ക് വാടകയ്ക്കിടക്കാൻ കിട്ടും. അതുപോലെ ഷൂ നമ്മളുടെ ഗംബൂട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴുമ്പോൾ അകത്ത് വെള്ളം നനയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് നിറച്ച ആൾക്കാരാണ് കണ്ടോ, ഭയങ്കര റഷാണ്. എന്നാലും അടിപൊളിയാണ്. ആൾക്കാരിങ്ങനെ ഇതുവഴി നടന്ന് പോവാ. സ്കേറ്റിങ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഇതുവഴി പോവാം. ഇപ്പോൾ ഇവിടെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. നോക്കി, ക്ലൈമറ്റൊക്കെ നല്ല സൂപ്പർ ക്ലൈമറ്റായിപ്പോൾ. നല്ല സുഖമുണ്ട് ഇതുവഴി നടന്നു പോകാൻ. നല്ല ആകാശമൊക്കെ നല്ല നീല കളറായി. അടിപൊളിയാണ്. കാണാൻ എന്ത് ലുക്കാണെന്നറിയാമോ. ആഹാ, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെ എന്ന് പറയുന്നത് സത്യമാണ്. എന്ത് രസമാണ്. നല്ല വെള്ള വിരിച്ച ഒരു സ്ഥലമാണ്. അതിൻ്റെ കൂടെ മരങ്ങളും എങ്ങനെയാ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ സന്തോഷമാണ് ഇവിടെ വരുമ്പോൾ. ഈ കാണുന്ന ഇവിടുത്തെ പള്ളിയാണ്. 150 വർഷം പഴക്കമുള്ള പള്ളിയാണ്. എന്ത് രസമാണ് കാണാൻ. മഞ്ഞിനകത്ത് പുതച്ച് നിൽക്കുന്നു. അടിപൊളി. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഗുൽമർഗിലെ മന്ദിർ. ആ കാണുന്നതാണ് നല്ല മഞ്ഞ് പതച്ച് കിടക്കുന്ന മന്ദിറാണ്. അത് കൂടാതെ ഇവിടെ ഒരു മോസ്ക് കൂടെ ഉണ്ട്. അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മോസ്കും കാണാം. അത് നല്ല മഞ്ഞിലിങ്ങനെ പതച്ച് കിടക്കുകയാണ്. സൈഡിൽ നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് പൈൻ ഫോറസ്റ്റാണ്. അടിപൊളിയാണ്. ഇതാണ് ഗുൽമർഗ്. ഗുൽമർഗിൽ നിങ്ങൾ വരണം, എൻജോയ് ചെയ്യണം. അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോനാമർഗ് പോകാം, നമുക്ക് പെഹൽഗാം പോകാം. കാശ്മീർ അടിപൊളി. ഇവിടെ ഓരോ സീസണിലും ഓരോ രീതിയായിരിക്കും.
ഇപ്പം മഞ്ഞ് മൂടി നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ നല്ല പച്ച വിരിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രീനിഷ് കളറിലായിരിക്കും. അത് കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലവർ ആയിരിക്കും. അപ്പോൾ ഏത് സീസണിൽ വന്നാലും കാശ്മീർ അടിപൊളിയാണ്. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴും. ഇവിടെയാണ് നമ്മളെ ടാക്സിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കച്ചവടക്കാരെ കൊണ്ട് വെറുതെ മുട്ടും. ഓരോരുത്തർ വന്ന് നമ്മളോട് ചോദിക്കും അത് വേണോ ഇത് വേണോ എന്നൊക്കെ. അപ്പോൾ അവരുടെ ഇതിൽ വീഴരുത്. നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതി. എല്ലാം വില കുറച്ച് ചോദിച്ചും ബാർഗെയിൻ ചെയ്തും ഒക്കെ മേടിക്കണം. ഇത് പറയുന്നതിൻ്റെ പകുതി വിലയ്ക്കൊക്കെ ഇവിടെ കിട്ടും. ഈ തുടങ്ങുന്നിടത്തുനിന്നൊന്നും പിടിക്കാൻ നിൽക്കരുത്. എല്ലാം അങ്ങേ അറ്റത്തു നിന്നൊക്കെ പിടിച്ചാൽ ഇച്ചിരി വിലയൊക്കെ കുറഞ്ഞ് കിട്ടും. ഗുൽമർഗിനോട് വിട പറഞ്ഞു പോവുകയാണ് ഞങ്ങൾ. ഉണ്ടോ ഇങ്ങനെ ഇവിടെ കറങ്ങിയാണ് കയറുന്നത്. ഗുൽമർഗ് ഇന്നത്തെ തിരക്കാണ്. ചെയിനിട്ട് ഗുൽമർഗിൽ നല്ല തിരക്കായിരുന്നെങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ക്ലൈമറ്റൊക്കെ നമുക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് നിന്നു. അതുപോലെ നമ്മളെ ഇവിടെ എത്തിച്ചത് മുസ്താഖ് ഭായി ആണ്. പുള്ളിക്കാരൻ നല്ല ഡ്രൈവറാണ്. നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്തു. നമ്മളെ എല്ലാ സ്ഥലങ്ങളും കറക്റ്റായിട്ട് കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി സോണാമർഗിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.